ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഇവിടെയൊക്കെ വെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെയാണ് പൊണ്ടൊക്കെ വെട്ടിയത്, അപ്പോൾ നമുക്ക് ഇന്നലെ വൃത്തിയാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവിടെയൊക്കെ അപ്പുറത്തൊക്കെ കുറച്ച് ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് അടിച്ച് വാരി വൃത്തിയാക്കിയിട്ട് സൗണ്ട് ഉണ്ടാവും അല്ലേ. അടിച്ച് വാരി വൃത്തിയാക്കണം. എന്നിട്ട് പിന്നെ ബാക്കി പരിപാടി നോക്കാം. അമ്മയുടെ അടുത്ത് പോകണം. ഇന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ അടുത്തേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഇവിടെയൊക്കെ ക്ലീൻ ആക്കിയിട്ട് തുടയ്ക്കാൻ നല്ല വൈകുന്നേരം തുടച്ചതാണ്. തുടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുറത്ത് നമുക്ക് മുറ്റം അടിച്ച് വാരിയിട്ട് കലാപരിപാടിയാണ് തുടങ്ങാം അല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു സമാധാനമായി. 4 വശത്തും കൂടെ പാമ്പിന് ചെറിയനൊക്കെ കാണാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് പണിക്ക് ആളെ കിട്ടാത്തതിൻ്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ വെച്ചാൽ അതിന് ഭയങ്കര പ്രയാസമായിരുന്നു. ഒരുപാട് മുന്നേ ഈ ഓണർ നോക്കിക്കൊണ്ടിരിക്കണു. എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഒരാളെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലായിടും വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ചപ്പും കവറും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയും പാറി പറന്ന് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഈ പൊന്ത വിട്ടപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇത്രയും ചപ്പുണ്ട് ഇതിനകത്ത് എന്നുള്ളത് അറിയുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് കൈയോടെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. എല്ലായിടും അങ്ങോട്ട് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സമാധാനമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഈ തൊടി മൊത്തം അടിച്ച് വരണം കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് കടലാസും ഈ പറഞ്ഞ പോലെ കവറും അതും ഇതൊക്കെ. കവറൊക്കെ ഞാൻ കൂട്ടിയിട്ട് അതൊക്കെ പെറുക്കിയിട്ട് കവറിലാക്കിയിട്ട് വെക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. കടലാസ് കാര്യങ്ങളൊക്കെ നമുക്ക് കത്തിക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ ഇവിടെ സപ്പോർട്ടുണ്ട്, അത് പറിച്ചോളാൻ വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആരൊക്കെയോ ഒന്ന് പറിക്കാറുണ്ട് തോന്നുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഒരു 3-4 എണ്ണമൊക്കെ ഉള്ളത് ഞാൻ വലുത് നോക്കി പറിച്ചു കേട്ടോ. ഞാൻ വന്നിട്ട് ആദ്യമായിട്ടാണ് പറിക്കണത്. അപ്പോൾ പഴുപ്പിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ സാധനത്തിനോട് ഇഷ്ടമല്ല കേട്ടോ. ഈ സാധനം എനിക്ക് താല്പര്യമില്ല. പൂച്ചട്ടിക്കൊക്കെ നല്ല ഇഷ്ടമാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 3-4 ഞാൻ പറിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അവിടെ ഇവിടെ കാണുന്നതൊക്കെ ഇങ്ങനെ അടിച്ചോരിക്കൊണ്ടിരിക്കുക തന്നെയാണ്. ഇത്രയും സ്ഥലമല്ലേ, ഇത് മൊത്തത്തിൽ അടിച്ച് വാരിയപ്പോഴേക്കില്ലേ ഊപ്പാട് ഇളകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അടിച്ച് വാരി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് അങ്ങനെ കിടന്നോളും. ഇനി ഈ ഒരു പുല്ലൊക്കെ അല്ലേ ഉണങ്ങിക്കോളും. അങ്ങനെ ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൂടെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് സുഖമാണ് കേട്ടോ. മുറ്റടിച്ചു വരിക എന്നുള്ളത് വലിയ ടാസ്ക് പിടിച്ച പരിപാടി എനിക്ക്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഈ കൈവേദനയുടെ കാരണമാണ്, അല്ലെങ്കിൽ പിന്നെ സീനൊന്നുമില്ല കേട്ടോ. അവിടെയൊക്കെ നമ്മൾ ഇത്രയും കാലം നിന്നിരുന്ന റെൻ്റ് ഹൗസിലൊക്കെ കുറച്ച് മുറ്റേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇവിടെയാണ് തോന മുറ്റുള്ളത്. അപ്പുറത്തും ഇപ്പുറത്തും പിന്നെ ആ വഴിയുടെ അവിടെയൊക്കെ ആ ഗേറ്റിൻ്റെ അവിടെയൊന്നും ഞാൻ ഇപ്പം അടിച്ചു വാറുന്നില്ല. അവിടുത്തെ ഒന്നും കൂടെ ഒന്ന് ഉണങ്ങട്ടെ. ഉണങ്ങി കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇട്ടിട്ട് അങ്ങോട്ട് കത്തിക്കാമെന്ന് വിചാരിച്ചിട്ട് കൂട്ടിയിട്ട് കേട്ടോ. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കടലാസും അതും ഇതൊക്കെ ആയിട്ട്. ഈ പൊന്തയിലേക്ക് ഈ മക്കൾ എന്തെങ്കിലും കഴിച്ചാലുള്ള കവറുകൾ അല്ലെങ്കിൽ കടലാസം ഒക്കെ പിച്ചിടും. അപ്പോൾ ഈ ഒരു പുല്ല് കെട്ടി കിടക്കുമ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് ഈ ചപ്പും കാര്യങ്ങളൊന്നും കാണില്ല. അല്ലാതെ ആകുമ്പോൾ പിന്നെ ഞാൻ അപ്പം കയ്യോടെ പെറുക്കി ഇടിപ്പിക്കും. ഇപ്പം എല്ലായിടും അങ്ങോട്ട് ക്ലീൻ ആക്കി വെച്ചു കേട്ടോ. ഇത് എന്താ ചെയ്യുക കഴിഞ്ഞാൽ കന്നിക്കൂർക്കല്ലേ, ആ കന്നിക്കൂർക്ക ഇങ്ങനെ നിന്ന് അരണ്ടിരിക്കണു. അപ്പോൾ അതൊക്കെ ഞാൻ ആ മണ്ണൊന്നും കൂടെ ഇളക്കി കൊടുത്തിട്ട് വേറെയിലേക്ക് പറിച്ച് നട്ടു. കുഞ്ഞു കുട്ടികൾക്ക് ആർക്കെങ്കിലും അത്യാവശ്യം വരികയാണെങ്കിൽ നമുക്ക് തന്നെ ഒക്കെ നല്ലതല്ലേ ഒന്ന് ആവി കൊള്ളിക്കണം എന്നുണ്ടെങ്കിൽ. പിന്നെ ഇത്തിരി തുളസി ഞാൻ ഇവിടെ ആ ഒരു മിഷൻ വെച്ചിട്ടാണ് പുല്ലൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഇക്ക വരണതിന് മുന്നേ ഞാൻ എന്താക്കി വെച്ചാൽ കുറേ തുളസിയുടെ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ തുളസികൾ ഇങ്ങനെ അവിടെയൊക്കെ മുളയ്ക്കും. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ തുളസി ഇങ്ങനെ പന്തലിച്ച് നിൽക്കണം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പന്തലിച്ച് നിന്നായിരുന്നതൊക്കെ ഒരുവിധമൊക്കെ അരിഞ്ഞു പോയിട്ടുണ്ട് വെള്ളമൊന്നും ഒഴിക്കാതെ. അപ്പോൾ ഞാൻ അവിടെ ഒരു പിടി നട്ടിട്ടുണ്ട് കേട്ടോ. ഇനി വെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് ഉഷാറാക്കി എടുക്കണം. ഇപ്പോൾ കയ്യോടെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നട്ടപാടെ ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്നും വളർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇപ്പുറത്ത് നമ്മുടെ പയറൊക്കെ ഏകദേശം ഉണ്ടാവലൊക്കെ നിന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് 2-3-4 പ്രാവശ്യം ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്നാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലേ. പിന്നെ ഞാനത് പറിച്ചിടാൻ എന്തോ എനിക്ക് മനസ്സ് വന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പൈപ്പിൻ്റെ ആ വയ്ക്കുന്ന ഒരു സാധനം എന്താ അപ്പോൾ അതിന് പറയാതെ എനിക്ക് അറിഞ്ഞൂടാ. അത് പൊട്ടിയിട്ട് വെള്ളം മൊത്തം അവിടെ പോണത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ പൈപ്പ് ഇട്ടിട്ട് നനയ്ക്കണേക്കാട്ടിലും നല്ലത് ബക്കറ്റിൽ വെള്ളം കൊണ്ടുപോയി നനയ്ക്കണമായിരിക്കും. ആ ഒരു സംഭവം മേടിക്കണം. പുറത്തുനിന്ന് പോകുമ്പോൾ ഞാൻ മറക്കുകയാണ്. മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഹോസ് ഇട്ടാൽ മതി. ഇവിടെ നിന്ന് ഇങ്ങനെ നനച്ച് കൊടുക്കാമല്ലോ. ആ ഒരു ചീനിമുളകും നമ്മുടെ മുരിങ്ങയുടെ ഇലയൊക്കെ ഒരു വിധം കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ തന്നെ വെച്ചിട്ട് അവിടെയുള്ള പൊന്തകളൊക്കെ ഇല്ലേ, പുല്ലുകളൊക്കെ, അതൊക്കെ ഞാൻ കൈ കൊണ്ട് തന്നെ പറിച്ച് അവിടെയൊക്കെ ഇങ്ങോട്ട് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പുറത്ത് മഞ്ഞൾ നട്ടതുണ്ട്, ഒക്കെ കരിഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാത്തിനും ഒന്നേ മുതൽ വെള്ളമൊക്കെ കൊടുത്ത് റെഡിയാക്കണം. ആ ജനലിൻ്റെ അവിടെ കണ്ടല്ലേ ഒരു സ്പൈഡർമാൻ്റെ ഇതുപോലെ ആയിട്ടില്ലേ ചലന്തിയുടെ കയ്യും കാലും പോലെ. അതിവിടെ പുല്ല് വെട്ടുമ്പോഴല്ലേ കല്ല് തെറിച്ചിട്ട് ആ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ സെല്ലോ ടോപ്പൊക്കെ വെച്ച് നമ്മൾ ഒട്ടിച്ചു. ആ ഏട്ടൻ കണ്ടിട്ടില്ല തോന്നുന്നു. മൊത്തത്തിൽ ഇവിടെ കല്ലല്ല. അപ്പോൾ ഒരു കല്ല് ഒരൊറ്റ തെറിക്കലും ഗ്ലാസ് അങ്ങോട്ട് പൊട്ടി. അപ്പോൾ അടിച്ചു വാരലും ക്ലീനിങ്ങൊക്കെ ഒരു വിധം അങ്ങോട്ട് കഴിഞ്ഞില്ലേ. വൈകിട്ടാണ് നമ്മൾ തുടയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം രാവിലെ തുടയ്ക്കേണ്ട ആവശ്യമില്ല. എല്ലായിടവും പൂച്ചിട്ടി അടിച്ച് വാരി വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ബെഡ്ഷീറ്റ് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 2 പില്ലോ കവറും പിന്നെ ഞങ്ങൾ തലേ ദിവസം മേലെ എഴുകുമ്പോൾ ഡ്രസ്സും ഉണ്ടായിരുന്നു. അതും കൂടെ അങ്ങോട്ട് അലക്കിയിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ വരുമ്പോഴേക്കും അതൊക്കെ ഉണങ്ങിക്കോളും. അല്ലെങ്കിൽ അത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം പിന്നെയും നമ്മളിങ്ങനെ ഇട്ടതും പോയതൊക്കെ കൂടെ ആയിട്ടുള്ളത് പിന്നെയും കൂടിയോണ്ടിരിക്കും. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് വേഗം തിരുമാൻ വീട്ടിലെ പരിപാടി നോക്കുകയാണ്. അപ്പോൾ പിന്നെ ഈ ഒരു റാക്ക് കയ്യോടെ അങ്ങോട്ട് വൃത്തിയാക്കും. ചിലപ്പോൾ അവിടെ ആകെ അലമ്പ് പിടിച്ച് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കേട്ടോ അതങ്ങോട്ട് ഒന്നും ഇങ്ങോട്ട് ഒതുക്കി വെച്ചാൽ എല്ലായിടവും കാണാൻ വേണ്ടിയിട്ട് ഒരു വൃത്തിയല്ലേ. പിന്നെ ഇനി ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യണം നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട്. ഇതില്ലേ ഒരു 3-4 ദിവസം മുന്നത്തെ 2-3-4 ദിവസം മുന്നത്തെ വ്ളോഗാണ് കേട്ടോ. ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നത്.
അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് മറല തട്ടാൻ വേണ്ടിയിട്ടും വീടിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വേസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട്. പുതിയൊരു വർഷം തുടങ്ങുമ്പോൾ നമ്മൾ അല്ലറ ചില്ലറ അൽക്കുലത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഡംപ് ചെയ്ത് വെക്കണേക്കാട്ടിലും നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിന് ഇനി ഒരു ദിവസം മെനക്കെട്ട് നിൽക്കണം കേട്ടോ. ഇപ്പം ഞാൻ ഇങ്ങനെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുള്ളൂ. ഈ ബെഡ്ഷീറ്റില്ലേ ഞാനൊരു 1 ഇയറായി വാങ്ങിയിട്ട് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ കൊടുക്കാം കേട്ടോ. സൂപ്പറാണ്. ഞാൻ വിരിച്ചിട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ വ്ളോഗിൽ. അപ്പോൾ അടിപൊളിയാണ്. ഈ എലാസ്റ്റിക് പോലെയാണ്. അപ്പോൾ നമുക്ക് ബെഡിലൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് നീങ്ങി പോയില്ല, അങ്ങനെ കിടന്നോളൂ. കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ എപ്പോഴും വിരിച്ചിട്ടുണ്ട് വരും. ഒരൊറ്റ ഇറക്കത്തിൽ അതെല്ലാം കൂടെ പോരില്ലേ. ഇത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നല്ല അടിപൊളിയായിട്ട് കിടന്നോളും. നല്ലതാണ് കേട്ടോ. വാങ്ങാത്തവരുണ്ടെങ്കിൽ 200 സംതിങ് എങ്ങാണ്ടിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു ധാരണ. അത് 300 എനിക്ക് റേറ്റ് കറക്റ്റ് ഒക്കെ ഓർമ്മയില്ല. റേറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ തിരുമ്പലൊക്കെ കഴിഞ്ഞ് പിഴിഞ്ഞ് ഞങ്ങൾ തോട്ടിൽ പോകണമെന്ന് സത്യത്തിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വെയിൽ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ട്. തോട്ട് പോയിട്ടുണ്ടെങ്കിൽ കരിഞ്ഞ് കുറ്റാവും ഈ സമയത്ത്. എനിക്കാണെങ്കിൽ വെയിൽ കൊള്ളുമ്പോഴേക്കും ആ തലവേദന ഇളകും, പിന്നെ ആകെ സീനാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് ഒരുപാടില്ല അലക്കാൻ വേണ്ടിയിട്ട്. ബെഡ്ഷീറ്റും ചവിട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിരുമ്പാൻ വേണ്ടിയിട്ട് തോട്ട് പോവാണ് സുഖം. നമുക്കിങ്ങനെ അടിച്ച് തിരുമ്പി പിഴിഞ്ഞ് പോരാൻ വേണ്ടി പറ്റും. വീട്ടിലത്തേക്കാൾ എളുപ്പമാണ്. ഇനി പെട്ടെന്ന് കഴിയുകയും ചെയ്യും കേട്ടോ. പിന്നെ ഇനി അടുത്തത് നമുക്ക് പോകാമെന്ന് വിചാരിച്ചാൽ ചവിട്ടികളുണ്ട് ഇനി അടുത്തത് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ തിരുമ്പാത്ത സമയത്തേക്ക് നമുക്ക് പോകാം കേട്ടോ. ഇത് വിരിച്ചിടുമ്പോൾ ഇത്ര ഇങ്ങനെ വിരിച്ചിടാൻ പറ്റുള്ളൂ, എലാസ്റ്റിക് ഉള്ള കാരണം. എന്നാലും അടിപൊളി സംഭവമാണ്. അപ്പോൾ തിരുമ്പൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും പിള്ളേരോട് ഞാൻ ഒരുങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ അടുത്തേക്ക് പോകാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിന്ന് റേഷൻ കടയിൽ നിന്ന് അരി മേടിക്കാനുണ്ട്. പിന്നെ പിള്ളേർ ആരും ഇല്ല, അവിടെ അമ്മ ഒറ്റയ്ക്കല്ലേ. അമ്മയ്ക്കാണെങ്കിൽ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഏട്ടനും അനിയനും ഇപ്പോൾ നാട്ടിലാണ് വർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് രാവിലെ കാലത്ത് ഭക്ഷണവും കാര്യങ്ങളും, ഇനി ചെക്കന്മാർ നേരം വൈകി വരും, അവർക്ക് ഓവർ ടൈം പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് അമ്മയ്ക്ക് ഇങ്ങോട്ടും വരാൻ വയ്യ, ഞങ്ങൾക്ക് അവിടെ പോയിട്ട് നിൽക്കാനും പറ്റുന്ന അവസ്ഥയല്ല. നമുക്ക് വീട് ഉടലും കാര്യങ്ങളൊക്കെ മുടങ്ങിപ്പോക്കോളും. അപ്പോൾ അത് കാരണം ഇന്ന് പോയിട്ട് വൈകുന്നേരം വരെ നമ്മുടെ കൂടെ നിൽക്കാനാണ് പ്ലാന്. പിള്ളേരെ ആരും ഇല്ല കേട്ടോ. അതാണ് ഏറ്റവും കൂടുതൽ സങ്കടം. അവരൊന്നുള്ള സമയത്ത് പോയിട്ട് ദടപിടിച്ചിട്ട് പോരാറാണ്. ഇനി പിള്ളേർ വന്നിട്ട് എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു ദിവസം നിൽക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. വൈകിട്ടാകുമ്പോഴേക്കും നമുക്ക് ഇങ്ങോട്ട് പോരാ. അപ്പോഴാണ് നമുക്ക് എടുത്തിയലും കാര്യങ്ങളും പിറ്റേ ദിവസത്തേക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുള്ളൂ. മറ്റേത് ആകെ കൂടെ അൽക്കൊലത്തായി പോയിക്കോളൂ. പിന്നെ തിരുവാതിരയാണ് വരണത്. ആ സമയത്ത് നമുക്കിവിടെ അമ്പലത്തിൽ പരിപാടികളൊക്കെ ഉണ്ട്. അതിന് ഇനി പോകാൻ പറ്റുമോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും പോകാൻ പറ്റുന്ന സമയത്താണെങ്കിൽ അതൊക്കെ ഞാൻ വ്ളോഗിൽ കാണിക്കാം. അപ്പോൾ നമ്മുടെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് വിരിച്ചിട്ട് വേഗം പോയി ഞാൻ കുളിച്ചു. കുളി കഴിഞ്ഞ പാടന്നെ ആദ്യം നമ്മളൊരു മോയ്സ്ചറൈസർ ക്രീം തേക്കും. അത് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ തേക്കും. പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് പൊട്ട്. ഇതിടുമ്പോഴത്തന്നെ എല്ലാവരും ചോദിക്കേണ്ട അടുത്ത് എന്തോ ഒരു കുട്ടിയെ പെണ്ണേ എന്നൊക്കെ. ആ ലിപ്സ്റ്റിക്ക് നല്ലതാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു ലൈവിൽ ഞാൻ ലിപ് ബാം ഇട്ടിട്ട് ആ ലിപ്സ്റ്റിക്ക് ഇട്ടപ്പോൾ എനിക്കതിങ്ങനെ വാഷ് ഔട്ട് ചെയ്ത് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പോണ പോലെ തോന്നി. എൻ്റെ അമ്മ ശ്വാസം എടുക്കുമ്പോൾ കിട്ടണില്ല. അപ്പോൾ ഇപ്പോൾ വാങ്ങിയതാണ്. നല്ല കളറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇച്ചിരി ഒരു ബ്രൈറ്റ് ആക്കും നമ്മളതിനെ. അതിൻ്റെ ഷെയ്ഡ് എന്താണെന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ ഓർമ്മയില്ല. ഞാൻ ഷെയ്ഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ അടിപൊളി ഷെയ്ഡാണ്. പെട്ടെന്നൊന്നും പോവുമൊന്നുമില്ല. നല്ലൊരു കളർ. നമുക്കില്ലേ പൗഡറൊന്നും ഇടണ്ട, ഒന്നും കൂടെ നമ്മുടെ മുഖമൊക്കെ ഒന്ന് ബ്രൈറ്റ് ആയിക്കോളും. ഈ ഷെയ്ഡ് ഏറ്റവും കൂടുതൽ സന്തോഷം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് എനിക്കും പൂജട്ടിക്കും അടിപൊളിയായിട്ട് ഒത്തുപോകും. മറ്റത് എനിക്ക് പറ്റണം അവൾക്ക് പറ്റില്ല, അവൾക്ക് പറ്റണം എനിക്ക് പറ്റില്ല. അപ്പോൾ ഞങ്ങൾ 2 എണ്ണമൊക്കെ വാങ്ങേണ്ടി വരും. അത് ഇരട്ടി ചിലവല്ലേ. ഇതിപ്പോൾ 2 ആൾക്കും ഇതൊരെണ്ണം പറ്റും. പിന്നെ മുടി കെട്ടാൻ വേണ്ടിയിട്ട് ഉള്ള പുറപ്പാടാണ് എനിക്ക്. പിന്നെ നെറ്റി ഒരു കുന്നോളം ദൈവം തന്നിട്ടുള്ളതുകൊണ്ട് അത് മുടി എങ്ങനെ കെട്ടുക എന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ മുടിയൊക്കെ വാരി കെട്ടി. ഈ ഒരു ടോപ്പില്ലേ 80 രൂപ മീറ്ററായിട്ട്, 82 രൂപ നമ്മൾ ചാസിയെന്ന് എടുത്തതായിരുന്നു. നല്ലതാണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തതാണ്. പിന്നെ നമ്മുടെ അലിക്കാക്ക വന്നു. അലിക്കാക്കയുടെ ഓട്ടോയിലാണ് പോകുന്നത്. കണ്ണൻകുട്ടി ഞാനും പൂജട്ടിയും കൂടെ. അങ്ങനെ നമ്മൾ കാര്യമൊക്കെ പറഞ്ഞ് ഇവിടുന്ന് കുറച്ചും ഇങ്ങോട്ട് കയറാൻ വേണ്ടി ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇത്തിരി കച്ചറുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, ഇല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അങ്ങനെയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കക്കഞ്ചിറ പാടം, തോടും പാടമൊക്കെ കേട്ടോ. ഇവിടെയൊക്കെ പണ്ട് നമ്മൾ വെള്ളം കയറുന്ന സമയത്തൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞ് പിടിച്ച് ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട്. ആ ചാക്ക് എനിക്ക് റേഷൻ കടയിൽ നിന്ന് അരി മേടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ അമ്മ കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ അവിടേക്ക് എത്തി കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ നിന്ന് ബാക്കിൽ ചെന്ന് നോക്കിയപ്പോൾ ഇതുണ്ട്, എന്താ പറയുക, കൂവ. ആ കൂവ പറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ കൂവപ്പൊടി ആക്കണം എന്നൊക്കെ പറയാനുണ്ട്. അപ്പോൾ ഇത്രയും കൂവൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. മറ്റേത് കുറച്ചൊക്കെ അല്ലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ പിള്ളേർ നട്ടതാണ് ഇത്ര കേട്ടോ നാത്തുമാർ. അപ്പോൾ അതൊക്കെ പറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു ഇത് നീക്ക് അവർക്ക് ഇത് ചെയ്യാം, ഇനി പൊടിയും കാര്യങ്ങളൊക്കെ ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ എത്തിയിട്ട് ചായയും കാര്യങ്ങളൊക്കെ അമ്മ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ വെക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സാമ്പാറും ദോശയും പാൽ കാപ്പിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് കണ്ണൻകുട്ടി അവിടുന്ന് ദോശയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ്. നമ്മൾ അവിടുന്ന് കഴിക്കാൻ വേണ്ടി നിന്നില്ല, കണ്ണൻകുട്ടി കഴിച്ചു. ഞാൻ പിന്നെ അമ്മ ഇവിടെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോൾ സങ്കടമാവില്ലേ ഇവിടെ വന്ന് കഴിച്ചില്ല എന്നല്ലെങ്കിൽ വിചാരിച്ചിട്ട് ഞാൻ അവിടുന്ന് കഴിച്ചില്ല കേട്ടോ. ഇതിപ്പോൾ കണ്ണൻകുട്ടി അതിൻ്റെ ഇടയിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതില്ലേ വഴുതനങ്ങ വറുത്തത്
വറുത്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി ഞാൻ വയറ് നിറയെ ഇരുന്ന് ദോശയൊക്കെ കഴിച്ചു. പൂജയ്ക്ക് പിന്നെ ഈ ദോശ ഹറാമാണ്, അവൾക്കത് ഇഷ്ടമല്ല, അതുകൊണ്ട് അത് കഴിച്ചിട്ടില്ല. പിന്നെ കഴിക്കലൊക്കെ കഴിഞ്ഞ് വേഗം പാത്രം കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നമ്മുടെ അടുക്കളയൊക്കെ പഴയ അടുക്കളയാണ് കേട്ടോ, അതുകൊണ്ട് ക്ലിയറും കാര്യങ്ങളൊക്കെ ഇത്തിരി കുറവായിരിക്കും, ഇവിടെ വെട്ടം ഒത്തിരി കുറവാണ്. പക്ഷേ ഈ പഴയ അടുക്കളയാണെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് നല്ല നല്ല ഓർമ്മകളുള്ള അടുക്കളയാണ്, ഞങ്ങളെല്ലാവരും കൂടിയ സമയത്തും ഒക്കെ ആയിട്ട്. പിന്നെ നമ്മൾ അച്ഛൻ ഉണ്ടാക്കിയ വീടാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അച്ഛയാണ് ഒരുവിധം വീടിൻ്റെ എല്ലാ പണികളും ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കണ്ണൻകുട്ടിയും കൈയ്യെടുക്കാനൊക്കെ വന്നിട്ടുണ്ട്. ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഞങ്ങൾ ഇനി കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞിരിക്കണം എന്നൊക്കെ പറഞ്ഞ് വന്നതല്ലേ. അപ്പോൾ ഷോർട്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് ഇടാനുള്ളത്, എങ്ങനെയെങ്കിലും പോകാനുള്ളത് മുന്നേ കൂട്ടി അറിയൊക്കെയാണെങ്കിൽ ഞാൻ തലേദിവസം തന്നെ വീഡിയോ ഇടാനുള്ളതും ഷോർട്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കും കേട്ടോ. പെട്ടെന്നുള്ള പ്ലാനൊക്കെ ആണെങ്കിൽ എനിക്ക് അന്ന് ഷോർട്സ് ഒന്നും ഇടാൻ വേണ്ടി പറ്റില്ല, വീഡിയോ ഒന്നും ഇടാൻ പറ്റും. പിന്നെ എനിക്ക് ടെൻഷൻ ആവുകയും ഒരു ദിവസം ഇട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ വരുമാനം മുട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയൊക്കെ തലകുത്തി പറഞ്ഞാലും ഞാൻ വീഡിയോ ഇടാൻ വേണ്ടി നോക്കാറുണ്ട്. ചിലപ്പോൾ വഴിയിലൊക്കെ ഇറങ്ങി തിന്നിട്ട് വേഗം വണ്ടിയിലൊക്കെ ആണെങ്കിൽ ഒരു ഷോർട്സ് എഡിറ്റ് ചെയ്തിട്ട് വഴിയിലിറങ്ങി ഇന്ന് ആളൊന്നുമില്ല, ബഹളമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് വോയിസ് കൊടുത്തിട്ട് ഇടാറുണ്ട്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇട്ടത് ഇടുന്ന വീഡിയോസ് ആവും. നമ്മളിപ്പോൾ ഒരു 1 year ആയിട്ട് നമ്മൾ യൂട്യൂബിൽ ഡെയിലി വീഡിയോസും ഷോർട്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഒരു 2 ദിവസം 3 ദിവസമൊക്കെ മെനക്കെട്ടിട്ട് നമ്മളത് ഇടാണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് നമ്മളെ കാര്യമായിട്ട് ബാധിക്കും കേട്ടോ. അത് എല്ലാവർക്കും അറിയോ ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല തോന്നണു. എന്താ വെച്ച് കഴിഞ്ഞാൽ അതെന്താ അത്രയും പ്രശ്നമായിട്ട് ഇവർക്ക് വീഡിയോ എന്താ ഈ വീഡിയോ ഇടണത്, അല്ലെങ്കിൽ അതാണോ വലുത് എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ നമ്മളിതൊരു വരുമാനത്തിന് വേണ്ടിയിട്ടാണല്ലോ ഈ ഒരു യൂട്യൂബിൽ വീഡിയോ ഇടുന്നത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും നമ്മുടേതായിട്ടുള്ള ഒരു പ്രതീക്ഷയിലൊക്കെ തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളായിരിക്കും. അപ്പോൾ അത് വേറൊരു നിസ്സാര കാര്യത്തിന് വേണ്ടിയിട്ടായാലും അല്ലെങ്കിൽ ഒരു വലിയൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ ഒരുപാടൊക്കെ വെയിറ്റ് ചെയ്ത് വീഡിയോ ഇടാണ്ടിരുന്ന് കഴിഞ്ഞാൽ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയിക്കോളൂ കേട്ടോ. അപ്പോൾ അത് കാരണമാണ്. പിന്നെ ഇതാ ഓരോന്ന് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ചിക്കൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നെല്ലിക്കച്ചാറ് അമ്മ ഇട്ടത് കേട്ടോ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല, എന്ത് ടേസ്റ്റ് ആയിരുന്നു എന്നറിയോ. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു പാത്രത്തിലായിരുന്നു. അപ്പോൾ അമ്മോട് ഇനി ചോറുണ്ടുമ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിലേക്ക് നമ്മൾ ചിക്കൻ കറിക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എപ്പോഴായാലും അമ്മയ്ക്ക് വീട്ടിലായാലും ഈ വെറുതെ ഇരിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. വെച്ചാൽ എൻ്റെ ഏട്ടൻ്റെയും അനിയൻ്റെയും വൈഫും രണ്ടാളും നാത്തുമാരൊക്കെ എല്ലാ A to Z കാര്യങ്ങളും ഇപ്പം ചെയ്യും. പക്ഷേ എന്നാലും അമ്മയ്ക്ക് വെറുതെ ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ചെയ്യാം. എനിക്കാണെങ്കിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെ പോയാലും ഇഷ്ടമാണ്. ഇവിടെ വന്നാൽ എന്നെക്കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കില്ല അവരൊക്കെ കേട്ടോ. ഇതിപ്പോൾ എഴുത്തമ്മി ശ്രുതി ഉണ്ടെങ്കിൽ എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കില്ല. അമ്മ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അങ്ങനെ പിന്നെ എനിക്ക് തന്നെയാണ് കേട്ടോ. അമ്മയ്ക്കും തന്നെ ഇവിടെ വന്നിട്ട് എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവിടെ ആയാലും ഇവിടെ ആയാലും ഞാനല്ലേ ചെയ്യുന്നത്, അമ്മൂട്ടി അവിടെ ഇരുന്നോ എന്ന് പറയും. പക്ഷേ എനിക്ക് ഇത് ഇങ്ങനെ ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തോളാം, എന്നാൽ അമ്മ തിരിയേറെ ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മയും കൂടുന്നുണ്ട് കേട്ടോ ബാക്കി കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ചെറിയ പീസുകളാക്കാൻ വിചാരിച്ചു. ചിക്കൻ വലിയ പീസാക്കണേക്കാളും എനിക്കിഷ്ടം അതിനകത്ത് ഉപ്പും മറ്റേത് നമ്മളിങ്ങനെ ഉള്ളുമ്പോൾ അതിങ്ങനെ പിച്ചെടുക്കുമ്പോൾ അതിനകത്തൊരു വിളകതന കാണും. അപ്പോൾ ചെറിയ പീസാക്കി ഇങ്ങനെ വരട്ടി എടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഉപ്പും എരിവും കാര്യങ്ങളൊക്കെ പിടിച്ചോളും. അപ്പോൾ അങ്ങനെ ഇതാ ചിക്കനൊക്കെ ചെറുതാക്കി കഴുകി നല്ലോണം വാഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു വലിയ ചട്ടിയിൽ അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് ഇളക്കി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എളുപ്പമല്ലേ, പഴയ ചട്ടിയാണ് കേട്ടോ. ഞങ്ങളൊക്കെ കുറേ മുന്നേ വാങ്ങിയതാണ് ഇതൊക്കെ. പക്ഷേ കുറേ കറികൾ ഉണ്ടാക്കുക അതിനകത്ത്. ചിക്കനൊക്കെ വരട്ടാൻ വേണ്ടി കുറച്ച് എളുപ്പമാണ്. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വരട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് ഏലക്കയും ഗ്രാമ്പും പട്ടയൊന്നും ഉണ്ടായിരുന്നില്ലേ, നമ്മൾ സവോള അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പില അതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു ബ്രൗൺ കളർ ആവണ വരെ അതൊന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഇത്തിരി സമയം പിടിക്കും ഇതാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഇടയിൽ ഞങ്ങൾ ഇങ്ങനെ തോരാണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്താ ഒരു സങ്കടം വെച്ച് കഴിഞ്ഞാൽ ചെന്ന പാടില്ലേ, പിള്ളേരൊന്നും ഇല്ലാണ്ട് ഒരു മാതിരി ഒരു അവാർഡ് ഫിലിമൊക്കെ കാണുന്ന പോലെ കുറേ നേരത്തിനില്ല എന്തോ പോലെ ബുദ്ധിമുട്ട് പോകണ്ടായിരുന്നില്ല എന്നൊക്കെ തോന്നി എനിക്ക്. അങ്ങനെ അങ്ങോട്ട് ബുദ്ധിമുട്ടായി. പിന്നെ അങ്ങനെ അമ്മ ഉള്ളതുകൊണ്ട് അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്നു. ഇതൊക്കെ പൂജട്ടിക്ക് കിട്ടിയതാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ കുട്ടികൾക്ക് കിട്ടിയത് അതിലുണ്ട്. കൂടുതൽ ഇതിനേക്കാളും കൂടുതൽ പൂജട്ടിയുടെ ഇവിടെ ഉണ്ട് കേട്ടോ. കുറച്ച് പകുതി കൊടുത്തിട്ടുണ്ട്. ഇഷ്ടംപോലെ കുഞ്ഞിതിലൊക്കെ ഒരുപാട് ട്രോഫിയും കാര്യങ്ങളൊക്കെ കിട്ടിയ ആളാണ് നമ്മുടെ പൂജട്ടി. അങ്ങനെ പിന്നെ അതൊക്കെ എടുത്ത് കാണിച്ചതാണ് നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട്. അത് പൂജട്ടി എടുത്തതാണെന്ന് തോന്നുന്നു. പിന്നെ ഇടിച്ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇടിച്ചക്ക പിന്നെ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമല്ലേ. അപ്പോൾ അതും കൂടെ കയ്യോടെ അമ്മയ്ക്ക് അതിങ്ങനെ കഷ്ണങ്ങളാക്കി കൊടുത്തു. എന്നാൽ പിന്നെ തോല് ചെത്തിയാൽ മതിയല്ല. അതിൻ്റെ ഇടയിൽ അതും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അതൊക്കെ തോലൊക്കെ കളഞ്ഞ് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ ഒരു ഇടിച്ചക്കപ്പേരി ഉണ്ടല്ലോ, എൻ്റെ ജീവനാണ് പ്രാണനാണെന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതൊക്കെ ആക്കി കൊടുത്ത് കയ്യിൽ ആ ഒരു വിളഞ്ഞൊക്കെ ഉണ്ടായിരുന്നില്ല, അതൊക്കെ എണ്ണ തേച്ചൊന്ന് കളഞ്ഞിട്ട് ഞാൻ വീണ്ടും നമ്മുടെ ചിക്കൻ പരിപാടിയിലേക്ക് നിൽക്കുക. വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചതും കൂടെ ഇട്ടെടുത്തു. അതൊന്ന് മൂക്കട്ടെ സമയം കൊണ്ട്. ഇടയ്ക്ക് അപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ അങ്ങോട്ട് ചെയ്യാമല്ലോ. അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ ഒന്ന് മൂത്തതാ ഇങ്ങനെ റെഡിയായി ഒരു ഗോൾഡൻ കളറായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഈ ചിക്കൻ ആയിക്കോട്ടെ ഇപ്പോൾ നമ്മൾ ബീഫ് ആയിക്കോട്ടെ, നമ്മൾ ഈ സവാളല്ലേ നല്ലോണം അങ്ങനെ മൂത്ത് വരണം. അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വരിക. മീറ്റൊക്കെ വയ്ക്കുന്ന സമയത്ത്
ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വഴറ്റിയിട്ട് ഇങ്ങനെ അതൊന്ന് വാടാനൊരു സ്പേസ് സമയം കൊടുക്കാണ്ട് വേഗം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇടും. അപ്പോൾ അതൊരു മധുരം പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ തക്കാളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തു. തക്കാളി ഒന്ന് വെന്തുടയാൻ വേണ്ടി ഒന്ന് അടച്ച് വയ്ക്കുക, എന്നാൽ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ തക്കാളി വെന്തപ്പോൾ എപ്പോഴും നമ്മൾ ചിക്കൻ കറി വയ്ക്കാൻ അതിൻ്റെ റെസിപ്പി പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ചിക്കൻ പൊടി, ഇതും ഇത്രയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ നമ്മുടെ ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചത് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നില്ല നമ്മുടെ അടുത്ത്, ഇല്ലെങ്കിൽ പിന്നെ ഗ്രാമ്പൂ, ഏലക്ക, പട്ട ഇതുകൂടെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ പൊടികളൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പൊടികളുടെ പച്ചമണം മാറുന്ന സമയത്ത് നമ്മുടെ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഒരു ടൈപ്പ് നമ്മുടെ വീട്ടിൽ വെക്കണ പോലെ ആവില്ല. വേറെ ഇപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് ഞാൻ വെക്കാറുണ്ട് അടുപ്പിൽ. ആ ഒരു ചിക്കൻ കറിക്ക് വേറെ ടേസ്റ്റ് ആയിരിക്കും. ഞാൻ വെക്കണതുകൊണ്ടല്ല പറയണത്, അതെല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ, ഇനി അങ്ങനെ കരുതണ്ട. അപ്പോൾ നമ്മുടെ വീട്ടിൽ പോയിട്ട് ഇപ്പോൾ അവിടെ എൻ്റെ വീട്ടിൽ പോയിട്ട് വെച്ചപ്പോൾ ആ ചിക്കൻ കറിക്ക് വേറൊരു ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ വീട്ടിൽ വെക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് വരാറുണ്ട്. അത് ഇനി എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ ഇതാ ചിക്കനൊക്കെ പെറുക്കിയിട്ട് കൊടുത്തു. നമ്മളത് ഗ്രേവി ടൈപ്പിലല്ല, നല്ലോണം വരട്ടി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് അടച്ച് വെച്ചാൽ ഓൾറെഡി അതിന് തന്നെ വെള്ളം ഇറങ്ങി വന്നോളും വേവാനുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി മസാലയൊക്കെ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പാകത്തിന് ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി 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 ആ മസാല എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. എന്നിട്ട് അതൊന്ന് അപ്പോൾ ഉപ്പ് എവിടെയാണ് നമുക്ക് ഒരു തപ്പിപ്പിടുത്തുണ്ടാവില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ. പിന്നെ കൂടെ അമ്മളുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഉപ്പൊക്കെ ഇട്ട് അടച്ച് വെച്ചു. അപ്പോഴേക്കും നമ്മുടെ ഇതില്ലേ എന്താ പറയുക, ഇടിച്ചക്ക അതും കഴുകി വേവിക്കാൻ വെച്ച് അത് വെന്തു ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. വേഗം ഉടഞ്ഞോളും ഇങ്ങനെ ആക്കിയാൽ. എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. ഇങ്ങനെ അരിഞ്ഞ് ഉപ്പേരി മുതിരൊക്കെ ഇട്ട് ഉപ്പേരി ഉണ്ടാക്കണേക്കാട്ടിലും കൂടുതൽ ഇങ്ങനെ ഇടിച്ചക്ക ഇങ്ങനെ ഇടിച്ച് ഉപ്പേരി ഉണ്ടാക്കണതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ആക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അത് വറുത്തിടാൻ വേണ്ടിയിട്ട് ചെറിയുള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും കൂടെ ചതച്ച് പൂജിട്ടാണ് അത് ചതച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതാ ഒരു 3/4 ഭാഗം വെന്തപ്പോഴേക്കും അതിനകത്തേക്ക് ഇത്തിരിയും കൂടെ വേപ്പിലയും മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തു. ഇപ്പോൾ ഏകദേശം ഒരു വിധം അങ്ങോട്ട് ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ വരട്ടി എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഈ സ്റ്റേജിൽ എടുക്കാം, എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ലാസ്റ്റ് വേണമെങ്കിൽ ഇത്തിരി തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഉഗ്രനാവും. പക്ഷെ അതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പുറത്ത് പപ്പടം കാച്ചാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു ചട്ടി സീനാണ് കേട്ടോ ഇൻഡാലിയത്തിൻ്റെ. ഇത് എത്ര വർഷമായി എന്ന് അറിയാം നമ്മുടെ അടുത്ത്. നല്ലതാണ്, ഇങ്ങോട്ട് മയങ്ങിയിട്ടുണ്ടാവും, അത്രയും നല്ല ചട്ടിയാണ് കേട്ടോ. ഇതതന്നെ തോന്നുന്നു. അതോ നീ പഴയ ചട്ടിയാണെന്നാണ് എൻ്റെ ഒരു ധാരണ. എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, ദൈവമേ മുന്നേ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നല്ല ചട്ടിയാണ്. ഇൻഡാലിയത്തിൻ്റെ ചട്ടി അടിപൊളിയാണല്ലോ. പപ്പടമൊക്കെ കാച്ചാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഇട്ടിട്ട് ഇപ്പോൾ ഈ പപ്പടം പിടിക്കുമ്പോഴേക്കും ഇങ്ങോട്ട് പൊടിഞ്ഞു പോകും, അല്ലെങ്കിൽ പപ്പടം പിടിക്കുമ്പോഴേക്കും പൊടിയും. അങ്ങനെയല്ല, ഇത് പ്രത്യേകിച്ച് ഈ ഉഴുന്ന് കൂടുതലുള്ള പപ്പടം ഉണ്ടാവില്ലേ, ഇങ്ങനെ ഒട്ടും നമ്മുടെ പല്ലിലൊക്കെ അങ്ങനത്തെ പപ്പടം ടേസ്റ്റ് ഉണ്ട്. എനിക്ക് കഴിച്ചുകൊണ്ടിരുന്നാൽ നിർത്താനൊന്നും തോന്നില്ല കേട്ടോ. പിന്നെ ആ പപ്പടം കാച്ചി എണ്ണയിൽ തന്നെ നമ്മൾ ഉപ്പേരി വറുത്തിടാൻ വേണ്ടിയിട്ട് കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ അതാ കുത്തി വെച്ചിരിക്കുന്ന വറ്റൽമുളക്, ചെറുള്ളി, വെളുത്തുള്ളി, വേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് വരട്ടെ. മൂക്കണ സമയം കൊണ്ട് നമുക്ക് ഇതാ കാര്യം പറയാൻ വേണ്ടി അപ്പുറത്തും ഇപ്പുറത്തും പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ അയൽവാസി കുട്ടികളുണ്ട്. അവരൊന്നും വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കാണിക്കാത്തത്. അതാണ് ഈ വായ പൂട്ടാണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മൂത്ത് വന്നപ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു ഇടിച്ചക്കയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കനായി, ഇടിച്ചക്കുപ്പേരിയായി, പപ്പടമായി. സാമ്പാറും കാര്യങ്ങളൊക്കെ അമ്മ ഓൾറെഡി രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉണക്കമീനൊക്കെ ഉണ്ടായിരുന്നു പാവം, അതൊക്കെ പിന്നെ ഞങ്ങൾ മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചു. ഇനി എല്ലാം കൂടെ ഉണ്ടാക്കിയിട്ട് ആർഭാടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇടിച്ചക്ക മാത്രം മതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാര്യത്തിൽ കേട്ടോ. അപ്പോൾ ഉപ്പേരിയും കാര്യങ്ങളെല്ലാം ഫുഡൊക്കെ റെഡിയായി. അപ്പോൾ പിന്നെ കഴിക്കാറൊന്നും ആയിട്ടില്ല. അതൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്നാൽ പിന്നെ വലിയ പാത്രങ്ങളൊക്കെ നമുക്കങ്ങോട്ട് കഴുകാമല്ലോ, ഇതെടുക്കാനും വിളമ്പാനൊക്കെ സുഖമല്ലേ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതൊക്കെ ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ചുരിദാർ എന്ന് പറയുന്നത് നമുക്ക് ഒരു 150 രൂപ ആയിട്ടുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ അതിൻ്റെ പിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ. എന്താ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അടുത്തേ ഇട്ടിട്ടുള്ളൂ. പക്ഷെ നല്ലതാണ്. എൻ്റെ അടുത്ത് ഇങ്ങനത്തെ വേറെ പല ഐറ്റംസും ഉണ്ട്, പല മോഡലും ഉള്ള തുണികളുണ്ട്, കളറിലൊക്കെ ഉള്ള. അങ്ങനെ തുന്നാനും ഇടാനൊക്കെ നല്ലതാണ്. പിന്നെ അധികം റേറ്റ് ആവില്ല. നമുക്കൊരു ടോപ്പൊക്കെ ഒരു 10-200 രൂപ വേണ്ട, ഒരു 180-150 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ടൊരു ടോപ്പ് അത് എവിടേക്കും ഇടാം, നമുക്ക് അമ്പലത്തിലേക്കും പുറത്തേക്കൊക്കെ. ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയപ്പോൾ ഞങ്ങൾ വേഗം പോയിട്ട് വാഴയില അങ്ങോട്ട് മുറിച്ചു. എന്നാൽ പിന്നെ പാത്രം പോറേണ്ട ആവശ്യമില്ല. പിന്നെ വാഴയിലയിൽ കഴിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക വൈബല്ലേ, നമുക്ക് ഇഷ്ടമല്ലേ. അതുകൊണ്ട് തന്നെ അതൊക്കെ അങ്ങോട്ട് മുറിച്ച് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെയൊക്കെ ഈ ബാക്കിലേക്കാണ് നമുക്ക് ഒരുപാട് സ്ഥലം നിങ്ങൾ വിചാരിക്കുമ്പോൾ ഏക്കർ കണക്കിനുണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയല്ല കേട്ടോ. ഫ്രണ്ടിൽ നമുക്ക് വീട് മൊത്തത്തിൽ പോയത് ഫ്രണ്ടിലേക്കാണ്. അപ്പോൾ ഇത്തിരി മുറ്റേ ഉള്ളൂ, ബാക്കി ഇങ്ങോട്ട് റോഡാണ് വരണത്. സ്ഥലമൊക്കെ ബാക്കിലേക്കാണ് കിടക്കുന്നത് കേട്ടോ. അച്ചയ്ക്ക് ഉണ്ടാവുന്നത് അച്ഛ വെച്ചതാണെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അച്ഛ വെച്ച കുരുമുളകും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ലാവിഷായിട്ട് കുരുമുളകൊക്കെ എടുക്കാൻ വേണ്ടി ഇപ്പോൾ പറ്റുന്നുണ്ട്. അന്നത്തെ കാലത്ത് വെച്ചുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ കൂട്ടിട്ടത് വെക്കാൻ വേണ്ടിയിട്ട്. അത് ഈ ഒരു ഭാഗത്ത് ഇരിക്കാൻ സമ്മതിക്കില്ല, അച്ഛൻ്റെ കൂടെ നിന്നോളണം. ഈ ഒരു പറമ്പൊന്നും ഇങ്ങനെ ആയിരുന്നില്ല എന്നൊക്കെ കാണുന്നത്. അച്ഛൻ അടിച്ചു വാരിയില്ലേ നമ്മുടെ മുറ്റം പോലെ ആക്കുമായിരുന്നു ഇവിടെ. എന്നിട്ട് നമ്മൾ ഈ കൊറോണ സമയത്തൊക്കെ, അന്നൊന്നും അച്ഛല്ല കേട്ടോ,
ആ സമയത്തൊക്കെ നമ്മളിവിടെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സാരിയൊക്കെ കെട്ടി ഈ ഒരു മരത്തിൽ വന്നിട്ട് നമ്മളിവിടെ ആടി കിടക്കുമായിരുന്നു കേട്ടോ. അല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല, എവിടേക്കും പോകാനൊന്നും പറ്റില്ലല്ലോ. ഈ ഒരു പെട്ടി പഴയ അച്ചട പെട്ടിയായിരുന്നു. പിന്നെ നമ്മുടെ വീട് പണ്ട സമയത്തോ കല്യാണത്തിൻ്റെ തിരക്കിൻ്റെ സമയത്തൊക്കെ അവിടെ മേലെ ആരോ കൊണ്ടിട്ടിട്ട് പിന്നെ അങ്ങനെ എടുക്കാൻ മറന്നാൽ അത്രേ. അതിൻ്റെ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മ. അങ്ങനെ പിന്നെ നമ്മൾ വാഴയിലൊക്കെ പൊട്ടിച്ച് പറമ്പൊക്കെ ഒന്ന് നടന്ന് കണ്ട്, നമുക്ക് പറമ്പെന്ന് പറയാൻ കുറച്ചുള്ളെങ്കിലും നമുക്കതൊരു എപ്പോഴെങ്കിലൊക്കെ വന്ന് ബാക്ക് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പം അങ്ങനെ പിന്നെ നമ്മൾ വാഴയിലൊക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് തന്നെ ഇറങ്ങിയിട്ടോ. ഈ ഇറങ്ങണം ഇവിടെ കുറച്ച് ടാസ്ക്കാണ്. ഊര കുത്തി വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോയിൽ ഇടരുതേ പൂജ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ അകത്ത് കയറി. പിന്നെ ഫുഡ് കഴിക്കാൻ വീട്ടിലെ സമയമായപ്പോൾ അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ചോറ്, ചിക്കൻ പുരട്ട്, അച്ചാർ, പപ്പടം, ഉപ്പേരി, സാമ്പാർ എല്ലാം ഉണ്ട് കേട്ടോ. ഇലയൊക്കെ ഇട്ട് വിളമ്പി നമ്മൾ പായൊക്കെ ഇട്ടിട്ട് ഇവിടെ ഇരിക്കും. നമ്മളെല്ലാം ഇവിടെ ടേബിൾ ഉണ്ടെങ്കിൽ കൂടെ ഇപ്പോൾ ശ്രുതി എടുത്തിയമ്മയൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും ഉണ്ടെങ്കിലും നമ്മളിവിടെ ഇങ്ങനെ നിലത്ത് എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് കഴിക്കുക. അതൊരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. എല്ലാവരും കൂടെ ഇരുന്ന് നിലത്തിരുന്ന് ഫുഡ് കഴിക്കണേനൊക്കില്ല എന്ന് പറയും. അത് രസമാണ്. അത് ടേബിളിലിരുന്ന് കഴിക്കണേക്കാട്ടിലും കൂടുതൽ ഇപ്പോഴല്ലേ ടേബിളും കാര്യങ്ങളൊക്കെ ആയത്. അപ്പോൾ പിന്നെ നമ്മളെല്ലാം വിളമ്പി കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വിശന്നിട്ടുണ്ടായിരുന്നു കാര്യമായിട്ട്. അച്ചാറും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അയ്യോ എന്ത് രസമായിരുന്നു എന്നറിയോ, അത്രയും ടേസ്റ്റ്. എനിക്ക് നെല്ലിക്കച്ചാറ് സ്വതവേ നല്ല ഇഷ്ടമാണ്. നെല്ലിക്കച്ചാറും നാരങ്ങച്ചാറൊക്കെ ഒത്തിരി പഴകണം ഇരുന്നിട്ട്. മാങ്ങച്ചാറ് അപ്പോഴേക്കും ഇട്ടിട്ടുള്ള മാങ്ങച്ചാറാണ് എനിക്കിഷ്ടം കേട്ടോ. കണക്കുട്ടിക്ക് പിന്നെ ടേബിളിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്തു. അവനങ്ങനെ ഇരിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, മാക്ക ഇരുന്നാൽ വെട്ടിയിട്ടുണ്ട്. എല്ലാവരും കൂടെ ഇരുന്നിട്ട് വയറ് നിറയെ ഫുഡ് കഴിച്ചു. എനിക്ക് ഇപ്പം ഒന്നുകൂടെ തടിച്ചു എന്ന് പറയുന്നുണ്ട് എല്ലാവരും. എനിക്കും തോന്നുന്നുണ്ട് കേട്ടോ, ഞാനൊന്നും കൂടെ ഒന്ന് വണ്ണം വെച്ചു എന്നല്ലെങ്കിൽ വണ്ണം വെച്ചിട്ടാണ്. എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് മെലിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാമതും തടിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് കാര്യമായിട്ട് നല്ലോണം ഞാൻ ഫുഡ് കഴിക്കും. പിന്നെ ഇതൊക്കെ അല്ലേ ഇവിടെ എൻ്റെ ഏടത്തിയമ്മയുടെയും ശ്രുതിയുടെയും ഒക്കെ എല്ലാവരുടെയും പരിപാടിയാണ് ഈ ഒരു പച്ചക്കറി നടൽ. അവർ ഒരുവിധം എല്ലാം അവിടെ നട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കട്ടൻ ചായ ഒരു 3:30 ആയപ്പോഴേക്കും അമ്മ കട്ടൻ ചായ ആക്കി. ഒരു ഉറക്കം കഴിഞ്ഞു അതിൻ്റെ ഇടയിൽ കേട്ടോ. ഉറക്കം കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മയങ്ങി ആ കാര്യമൊക്കെ പറഞ്ഞിട്ട്. മയങ്ങി വെച്ച് ഞാൻ കാര്യമായിട്ട് ഉറങ്ങിയിട്ടില്ല. കാര്യമായിട്ട് ഉറങ്ങിയ ആൾ നമ്മുടെ പൂജയാണ്. പിന്നെ നമുക്ക് വൈകുന്നേരത്തിനുള്ളത് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തിട്ട് നീറ്റപ്പള്ളിക്ക് അമ്മ കട്ടൻ ചായയൊക്കെ ആക്കി അതൊക്കെ കുടിച്ച് അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഇവിടെയും പച്ചക്കറിയും കാര്യങ്ങളും അതും കൂടെ നിങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ. മുളകുണ്ട്, പിന്നെ എന്തൊക്കെയൊക്കെയോ സാധനങ്ങളുണ്ട്, തക്കാളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലുണ്ട് ഒരു കുട്ടി, അവളും കൂടെ കൂടിയിട്ട് ഇവരെല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഈ ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അവർ കാര്യമായിട്ട് മെനക്കെട്ടിട്ടുണ്ട് കേട്ടോ. കിട്ടാറുണ്ട് ഇത്ര കേട്ടോ. അതിനകത്ത് കേട്ടോ മുളകൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതൊക്കെ വീഡിയോയിൽ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചിലപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. എനിക്കിങ്ങനെ ഉണ്ടായി കാണണം. അപ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ. അപ്പോൾ ഇവിടെ ഓസൊക്കെ ഇട്ടിട്ട് അവർ നനയ്ക്കും ശ്രദ്ധിക്കണേ കൊണ്ടാണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത് കേട്ടോ. ഇനി ഞാൻ റേഷൻ കടയിൽ പോട്ടെ അരി വാങ്ങാൻ വേണ്ടിയിട്ട്. അരി വാങ്ങിയിട്ട് വരാം, അല്ലെങ്കിൽ ഇനി കുറേ കൂടെ നേരം വൈകും. ഇപ്പോൾ ഇവിടുന്ന് നടക്കാൻ കുറച്ച് നടക്കാണ്ട് നമ്മുടെ അങ്ങാടിയിലേക്ക് കേട്ടോ. ഒത്തിരി ഉള്ളൂ. നടന്നിട്ട് തന്നെയാണ് നമ്മൾ പോവാറ് കേട്ടോ. അവിടെ എത്തിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ഇന്ന് കുറേ നേരം നിന്നിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ 5 മണിക്ക് ലൈവും പോവാണ്ട്. ഞാനാണെങ്കിൽ 4 മണിക്ക് ഇറങ്ങിയത്. 1.5 മണിക്കൂർ നമ്മളവിടെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അരി വാങ്ങി എൻ്റെ ഒരു ഊഹായി ഊഹല്ല എൻ്റെ ഊഴായി. അപ്പം അരിയും കാര്യങ്ങളൊക്കെ വിരലൊക്കെ വെച്ച് എന്തൊക്കെയാണ് ഞാൻ പറയണത്. വിരലൊക്കെ വെച്ച് നമ്മുടെ അരി കിട്ടിയപ്പോൾ ഇനി അരി ഇവിടുന്ന് ഏട്ടനോ അനിയനോ സ്കൂട്ടിയിൽ നമുക്ക് അങ്ങോട്ട് ആക്കി തരും. ഏറ്റി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, അവിടെ വെച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അരി വാങ്ങിയിട്ട് ഇവിടെ കെട്ടിയിട്ട് വെക്കുക. പിന്നെ അവർ വന്നിട്ട് എടുത്തോടുന്നോളും. നമ്മൾ ഇനി ഒരു ഇരുട്ടാകുമ്പോൾ ഒന്ന് പോകണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ ലോക്കാക്കി ഇരുത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും രാത്രിയിലേക്ക് ഇങ്ങോട്ട് പോരാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ കുറച്ച് പൊരിക്കടികളൊക്കെ വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. രണ്ടാമതും അമ്മ ചായയൊക്കെ ഉണ്ടാക്കി ഞങ്ങളതൊക്കെ കുടിച്ചു. പിന്നെ ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ എടുക്കുമ്പോൾ പൂച്ചിട്ട് ചിരിച്ചപ്പോൾ കണ്ടിട്ടൊക്കെ ഞാൻ വീഡിയോ എടുക്കൂട്ട. വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇവൾ ചിരിക്കാൻ വേണ്ടി നിൽക്കും. ഇവളുടെ ചെറിയ കഴിയുമ്പോഴേക്ക് 1/4 മണിക്കൂർ പോകും. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞാൽ തൻ്റെ മുഖം മറച്ചുകൊണ്ടിരിക്കുകയാണ്. ചിരി നിൽക്കാൻ അങ്ങനെ കുറേ നേരം നമ്മൾ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേർ ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു 7:30 എനിക്ക് വിശന്നു. അപ്പോൾ ഞാൻ ചോറ് കൊണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പോരാനായപ്പോഴേക്കും പിള്ളേരും കൂടെ ചോറിനാൻ വേണ്ടിയിട്ട് നിന്നു. സെയിം കറികളൊക്കെ തന്നെയായിരുന്നു. മുളക് വറുത്തപ്പുളി അമ്മ എക്സ്ട്രാ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചിക്കനും മുളക് വറുത്തപ്പുളി അവൻ്റെ പൊന്നു രക്ഷയുണ്ടായിരുന്നില്ല. പിന്നെ ഒരു 9:30 ആയപ്പോൾ വണ്ടി വന്നു. ചെക്കന്മാരൊക്കെ അപ്പം അതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലൊക്കെ വന്ന് കാര്യമൊക്കെ പറഞ്ഞ് പുറത്ത് പോയതായിരുന്നു. പിന്നെ രണ്ടും കൂടെ വന്നിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അരിയൊക്കെ എടുത്ത് വണ്ടിയിലൊക്കെ വെച്ച് തന്നു. ഞങ്ങൾ എന്നിട്ട് ആ ഓട്ടോയിൽ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ, സീ യു.